നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരെങ്കിലും മനഃപൂർവ്വം ഭക്ഷണത്തിൽ വിഷം കലർത്തിയതായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ? അയ്യോ, എന്റെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. അപ്പം നിങ്ങൾ ഡോക്ടറോട് വീട്ടില് മരുമകൾ കീടനാശിനി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോ? അത് സത്യമാണ് സാറേ. അനുപമയ്ക്ക് ചെടി വളർത്തുന്നതിലൊക്കെ വലിയ താല്പര്യമാ. അവള് മാസ്ക് ഒക്കെ വെച്ച് വളരെ കരുതലോടെ ചെടികൾക്ക് കീടനാശിനി തളിക്കുന്നേ. മരുമകളും നിങ്ങളും തമ്മില് വീട്ടില് വഴക്കുണ്ടാക്കാറുണ്ടോ? ഇപ്പോ വഴക്കൊന്നുമില്ല സാറേ. ഞങ്ങൾ നല്ല രമ്യതയില്ല. ഇപ്പൊ രമ്യതയിലാണെന്ന് പറഞ്ഞാ നേരത്തെ വഴക്കുണ്ടായിരുന്നെന്നാണോ? ഫുഡ് പോയ്സൺ കാരണം നിങ്ങളുടെ രണ്ടാമത്തെ മകന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട കേസാ. നിങ്ങളും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ടാ രക്ഷപ്പെട്ടത്. ആഹാരത്തിൽ ആരെങ്കിലും മനഃപൂർവ്വം വിഷം കലർത്തിയാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതിലുള്ള നിങ്ങളുടെ സംശയങ്ങളും സാധ്യതകളും ഒക്കെ പോലീസിനോട് തുറന്നു പറയണം. പറയൂ സാറേ. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. വെയിറ്റ്, ഞങ്ങൾക്ക് സത്യന്റെ മൊഴി കൂടി എടുക്കാനുണ്ട്. ഇവിടെ തന്നെ കാണണം. ഇന്ദ്രേട്ടൻ ഭയന്നത് പോലെ തന്നെ സംഭവിക്കും. അമ്മ എനിക്കെതിരെ മൊഴി കൊടുത്തെന്ന് ആ ഇൻസ്പെക്ടറുടെ ഭാവം കണ്ടറിയാം. നീ ടെൻഷൻ ആവണ്ടാലോ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? നോക്കാം. ഇല്ല സർ, എനിക്ക് ഈ സംഭവത്തിൽ ആരും സംശയമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇത് മനഃപൂർവ്വം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചാണെന്നാ സത്യം കരുതുന്നേ? അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സർ. ചിലപ്പോ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയതായിരിക്കും. എനിക്കും അങ്ങനെ സർ തോന്നുന്നത്. ഏട്ടത്തിക്ക് ഒരിക്കൽ ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തബദ്ധം? അത് ഒരു ദിവസം ഏട്ടത്തി പാല് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി സർ. അന്ന് എനിക്കും എന്റെ കുഞ്ഞിനും അപകടം പറ്റേണ്ടതായിരുന്നു. ഗ്യാസ് മണത്ത് ഓടി വന്ന അമ്മയാ ഞങ്ങളെ രക്ഷിച്ചത്. ഓഹോ, അന്ന് ഗ്യാസ്, ഇപ്പൊ കീടനാശിനി. രണ്ടിന്റെയും പിറയിലെ മരുമകളാണല്ലേ? സർ, ആദ്യം അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തരുത് സർ. അനുചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല. ഇതാരാ? എന്റെ ഹസ്ബൻഡാണ് സർ, ശ്യാം. എന്ത് ചെയ്യുന്നു? എവിടെയാ താമസം? ഞാനൊരു ട്രാവൽസ് നടത്താം. സോനയുടെ വീട്ടിൽ തന്നെ താമസം. അപ്പൊ നിങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലേ താമസം? ഈ സംഭവം നടക്കുമ്പോൾ ശ്യാം വീട്ടിലുണ്ടോ? ആ, ഉണ്ടായിരുന്നു. ഞാനും സോനയും വൈകുന്നേരം ഒരു ഹോമിയോ ഡോക്ടറെ കാണാൻ പോയതുകൊണ്ട് പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടാ വന്നത്. അത് കാരണം രണ്ടുപേരും ഫുഡ് പോയ്സണിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? അതെ സർ. ഞാനും ശ്യാമേട്ടനും തിരിച്ചെത്തിയ ശേഷം ഏട്ടനും ഏട്ടത്തി അത്താഴം കഴിച്ചത്. ഓക്കെ, അന്ന് നടന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ? കേക്കട്ടെ.